ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡി ഫിൽറ്റർ കുക്കിംഗ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് ഓംലേറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണാം. ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. നാടൻ മുട്ട ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചീകിയെടുത്തത് ചേർക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർക്കാം. പച്ചമുളക് അരിഞ്ഞെടുക്കുന്ന സമയത്ത് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഒരു തണ്ട് കറിവേപ്പില കട്ട് ചെയ്തത് ചേർക്കാം. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കാം കേട്ടോ. അതിനുശേഷം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ബ്രെഡ് എടുത്തതിന് ശേഷം ബട്ടർ പുരട്ടി കൊടുക്കാം. ബട്ടർ ഉരുക്കിയെടുത്തതിന് ശേഷമാണ് ബ്രെഡിൽ ബട്ടർ പുരട്ടി കൊടുക്കുന്നത്. രണ്ടാമത്തെ ബ്രെഡിലും ബട്ടർ പുരട്ടി കൊടുക്കാം. ബ്രെഡിൻ്റെ ഒരു വശത്താണ് പുരട്ടി കൊടുക്കേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാനിൻ്റെ ഉൾവശത്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്താലും മതിയാവും. പിന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബട്ടർ തേച്ച് വെച്ചിരുന്ന ബ്രെഡ് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ബട്ടർ തേച്ച ഭാഗം മുകളിൽ വരത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കേണ്ടത്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് വെച്ചതിൻ്റെ സൈഡിലുള്ള ഓംലേറ്റ് ഭാഗം മുകളിലേക്ക് മടക്കി കൊടുക്കാം. 2 സൈഡും ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ബ്രെഡ് നിൽക്കുന്ന ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ ബട്ടർ തേച്ച ഭാഗം നന്നായിട്ട് ക്രിസ്പായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ബ്രെഡ് ഓംലേറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. പാനിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഓംലേറ്റിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ഓംലേറ്റിൻ്റെ മുകളിലായിട്ട് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. കുക്കുംബർ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഓംലേറ്റിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച ഭാഗം നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഓംലേറ്റും റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അടുത്ത ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.